കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ വാർത്താസമ്മേളനത്തിൽ നടത്തിയ ഒരു പദപ്രയോഗം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിച്ചേരാൻ വൈകിയതിനെ തുടർന്നാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ അസഭ്യപദം ഉപയോഗിച്ചത്. മൈക്ക് ഓൺ ആണെന്നും ലൈവ് ആണെന്നും ഓർക്കാതെയാണ് കെ സുധാകരൻ ഈ വിധത്തിൽ പ്രതികരിച്ചത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. സംഭവത്തിന് ശേഷം രണ്ട് നേതാക്കളും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനിടെ ശശി തരൂർ എം.പി. കെ സുധാകരന്റെ ഭാഷാപ്രയോഗം സംബന്ധിച്ച് എക്സ് പോസ്റ്റ് പങ്കുവച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. ഇപ്പൊ ശരിയായി, അല്ലെങ്കിൽ പിള്ളേച്ചൻ തെറി പറഞ്ഞതാണെന്ന് കരുതിയേനെ എന്നുള്ള കുറിപ്പിനൊപ്പമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പമാണ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. ശശി തരൂരിന്റെ പൊതുവെയുള്ള ശൈലി നമുക്ക് പരിചിതമാണ്. അത്ര എളുപ്പത്തിലൊന്നും മനസ്സിലാകാൻ കഴിയാത്ത ഇംഗ്ലീഷിലായിരിക്കും തരൂർ പ്രതികരണങ്ങൾ നടത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. സമരാഗ്നിയിലെ വാർത്താ സമ്മേളനം സംബന്ധിച്ച് ശശി തരൂർ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ, പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ തരൂരോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ കെ.പി.സി.സി പ്രസിഡന്റിന്റെ ഭാഷയ്ക്കെതിരെ വിമർശനം നടത്തിയതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ തരൂരോ മറ്റാരെങ്കിലുമോ പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും വാർത്തയുമാകുമായിരുന്നു. സമരാഗ്നിയിലെ വാർത്താ സമ്മേളനം സംബന്ധിച്ച് ശശി തരൂർ എം.പിയുടെ എക്സ് ഹാൻഡിൽ പരിശോധിച്ചെങ്കിലും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. മാത്രവുമല്ല, അടുത്ത ദിവസങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊന്നും ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പ്രചാരത്തിലുള്ള പോസ്റ്റ് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അതിലെ യൂസർ നെയിം ശശി തരൂരിന്റെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെതല്ലെന്ന് വ്യക്തമാകും. മാത്രവുമല്ല, പ്രൊഫൈൽ നെയിമിലെ അക്ഷരങ്ങൾക്കും വ്യത്യാസമുണ്ട്. തുടർന്ന് വൈറൽ പോസ്റ്റുകളിലുള്ള എക്സ് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇത് സസ്പെൻഡഡ് അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ അസഭ്യ ഭാഷാ പ്രയോഗം ശശി തരൂർ എം.പി വിമർശിച്ചു എന്ന തരത്തിൽ പ്രചാരത്തിലുള്ള പോസ്റ്റ് വ്യാജമാണെന്ന് വ്യക്തമാകും.